ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണണം. അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വിശകലന കുറിപ്പാണ്. കൂട്ടിലടച്ച ഒരു പക്ഷിയുടെ സങ്കടം നോക്കൂ. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. ബാലാമണിയമ്മ വിട്ടയക്കുക എന്ന ഒരു കവിതയിലെ കുറച്ച് ഭാഗമാണ്. കവിതാ ഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കവിതയിൽ പറയുന്ന കാര്യം എന്താണ്? സ്വാതന്ത്ര്യം എന്നുള്ള വിഷയമാണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ച പാഠഭാഗത്തെ കുറിച്ചിട്ടുമാണ് നമ്മളിവിടെ വിശകലനം ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, കൂട്ടിലകപ്പെട്ട ഒരു കിളിയുടെ ആത്മരോദനമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൂട്ടിലകപ്പെട്ട പക്ഷി സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം നുണയാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പുതുലോകം ആവോളം ആസ്വദിച്ചുകൊണ്ട് ആകാശത്ത് ആർത്തുല്ലസിക്കാൻ ആ പക്ഷി ആഗ്രഹിക്കുകയാണ്. ബാലലീല എന്ന കവിതയിൽ ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് കടക്കുന്ന കുട്ടികളെയാണ് വിവരിക്കുന്നത്. കൂട്ടുകാരോടൊത്ത് ഒച്ച വെച്ച് ഓടിച്ചാടി കഴിക്കുന്ന കാലമാണ് ബാല്യം. അവരാകട്ടെ മഴയിൽ കളിച്ചും കാറ്റിനൊപ്പം ആർത്തുപിടിച്ചും കളിച്ചും രസിക്കുന്നു. മുതിർന്നവരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കുട്ടികളുടെ സ്വതന്ത്രമായ ലോകത്തെയാണ് ബാലാമണിയമ്മയുടെ ബാലലീല എന്ന കവിതയിൽ നാം കാണുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച കവിതാഭാഗവും കൂടെ വിശകലനം ചെയ്യുന്നതാണ് നന്നായിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ. ഹിരോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യുദ്ധവും അക്രമവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മക്കും ഭീഷണിയാണ്. നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലും ഇത്തരത്തിലുള്ള ഒരു അക്രമം അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് വിശകലനം ചെയ്തിട്ട് എഴുതാവുന്നതാണ്. മാനവ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ നരഹത്യ സൃഷ്ടിച്ചുകൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആദ്യത്തെ അണുബോംബുകൾ അമേരിക്ക വർഷിച്ചതാണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഏറ്റവും ക്രൂര ചിത്രം. അതിനുശേഷം രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടായി. ഓരോ യുദ്ധാനന്തരവും മഹാനഷ്ടങ്ങളും ഉണ്ടായി. ഇപ്പോഴും പല രാഷ്ട്രങ്ങളിലും സംഘർഷണത്തിൻ്റെ വെടിവെച്ചകൾ മുഴങ്ങുന്നുണ്ട്. അത് ലോകത്തിൻ്റെ സ്വസ്ഥവും സമാധാനവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷം ചേരലിനപ്പുറത്ത് ശാന്തിയിലേക്കുള്ള വാതിലുകളെ ഹൃദയപൂർവ്വം തുറന്നു വെക്കാൻ പുതിയ കാലം ഉറപ്പിച്ചു പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ കേൾക്കാതിരുന്നുകൂടാ. ചോര കൊണ്ടല്ല, സഹവർത്തിത്വവും മനുഷ്യത്വവും കൊണ്ടാവണം പുതിയ ലോകത്തിൻ്റെ നിർമ്മിതി. ചരിത്രത്തിലേക്കുള്ള ദുഃഖങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ ചോരക്കളി നിർത്തണം. ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ കൊണ്ട് ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ യുദ്ധം എത്രത്തോളമാണ് പ്രശ്നമുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ വിശദീകരണം ചെയ്യേണ്ടത്. മൂന്നാമത്തേത് വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്ന പ്രവർത്തനമാണ്. അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗത്തിൽ നാം ഗാന്ധിജിയുടെ ചിത്രം പരിചയപ്പെട്ടല്ലോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗാന്ധിജിയുടെ വാഗ്മയ ചിത്രം നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് തയ്യാറാക്കാം. വെളുത്ത വസ്ത്രം ധരിച്ച്, തലയിൽ തൊപ്പി ധരിച്ച്, പോക്കറ്റിൽ ഒരു റോസാപ്പൂവുമായി, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി സൗമ്യമായി പെരുമാറുന്ന ജവഹർലാൽ നെഹ്റു. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ എഴുതാവുന്നതാണ്. നാലാമത്തെ പ്രവർത്തനം ഒരു ഉപന്യാസമാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ദൃശ്യമാധ്യമങ്ങൾ. കുട്ടികളും ദൃശ്യമാധ്യമങ്ങളും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിഷയം ഇന്ന് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് അല്ലേ. കുട്ടികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമായി നാം ദൃശ്യമാധ്യമങ്ങളെ കാണണം. മിക്ക കുട്ടികളും ടെലിവിഷൻ കാണാനും വെബിൽ സോഷ്യലൈസ് ചെയ്യാനും വീഡിയോ ഗെയിമുകൾ കളിക്കാനും സമയം കണ്ടെത്തുന്നു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയവ കുട്ടികൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം വലുതാണ്. ദൃശ്യമാധ്യമങ്ങൾ കുട്ടികളുടെ പഠനത്തിനും അവരുടെ സംസ്കാരത്തെ വളർത്തുന്നതിനും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ഈ മാധ്യമങ്ങൾ ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും അറിവിൽ നൂതന മുഖങ്ങൾ നൽകാനും മനോഭാവങ്ങളെ മാറ്റിമറിക്കാനും സഹായിക്കുന്നു. പെരുമാറ്റ മര്യാദകൾ പഠിക്കാനും പ്രയോഗിക്കാനും ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുട്ടികൾക്ക് മറ്റുള്ള
മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും ഇന്ന് താല്പര്യം കാണുന്നില്ല. വീഡിയോ ഗെയിമുകളും സോഷ്യൽ മീഡിയകളുമാണ് അവരുടെ ഇഷ്ട ഉറവിടങ്ങൾ. നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളെ പലപ്പോഴും ചീത്ത രീതിയിലും ഉപയോഗിക്കുന്നു. കുട്ടിയുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ വലിയ ഒരു പങ്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ നൽകുന്നുണ്ട്. നല്ല രീതിയിൽ പ്രയോജനത്തോടെ ഉപയോഗിക്കാനും അറിവുകൾ വളർത്താനും ഉള്ളത് ആവട്ടെ സോഷ്യൽ മീഡിയകളും ദൃശ്യമാധ്യമങ്ങളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി ചേർക്കാവുന്നതാണ്. അഞ്ചാമത്തേത് ഒരു പ്രതികരണ കുറിപ്പാണ്. ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂവ് എങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചി ലോണച്ചോറ് എങ്ങനെയുണ്ണാൻ. കവി നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ ഇങ്ങനെയാണ് വരച്ചു കാണിക്കുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം കൂട്ടുകാരെ? ഇന്നത്തെ ഓണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ അന്യനാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കവി NV കൃഷ്ണവാര്യർ പറയുന്നത് പോലെ നമ്മൾ ഒരു ചെടിയും നട്ടു വളർത്തുന്നില്ല, പിന്നെ എങ്ങനെയാണ് പൂന്നുള്ളുക? ഒരു വയലും നമ്മൾ കൂട്ടിയൊരുക്കുന്നില്ല. ഓണച്ചോറിനായി നമ്മൾ പഴവും തുണിയും മാത്രമല്ല കളിപ്പാട്ടവും നമുക്കായി അന്യനാട്ടിൽ നിന്നെത്തുന്നു. മുറ്റവും ആഹ്ലാദവും നഷ്ടപ്പെടുത്തി 7ാം മാളിക മുകളിൽ ഫ്ലാറ്റ് ഓണം കൊള്ളുകയാണ് നമ്മൾ. നഗരവൽക്കരണത്തിൻ്റെ ഫലമായി നമുക്ക് കൃഷിയും ഗ്രാമങ്ങളും മാത്രമല്ല നന്മയുള്ള മനസ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഗ്രാമങ്ങളെ സ്വപ്നം കാണാം, നന്മകളെ തിരിച്ചു കൊണ്ടുവരാം. കാണാൻ വിൽക്കാതെ നമുക്ക് ഓണം ഉണ്ണാൻ വേണ്ടി അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയാം. മലയാള മണ്ണിൽ പൊന്നു വിളയിക്കാം. കാർഷിക സംസ്കാരത്തിൻ്റെ ഉത്തമമായ ഓണത്തിൻ്റെ ഗ്രാമീണ ചൈതന്യം വീണ്ടെടുക്കാനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ എഴുതാം. അടുത്ത പ്രവർത്തനം ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ചേർത്ത് വെച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചങ്ങമ്പുഴയെ കുറിച്ചിട്ടാണ്. നാട്ടിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, പ്രിയ സുഹൃത്തായി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം, രമണൻ എന്ന വിലാപകാവ്യം, തിരുവനന്തപുരം ആർട്സ് കോളേജിൽ പഠിച്ച് ഓണേഴ്സ് ബിരുദം, മംഗളോദയം മാസികയുടെ പത്രാധിപർ, ഭാര്യ ശ്രീദേവി അമ്മ, കാവ്യ നർത്തകി അടക്കം 48 കവിതാ ഗ്രന്ഥങ്ങൾ, 13 ഗദ്യകൃതികൾ, ദേവഗീത, മനസ്വിനി, വാഴക്കുല, മലയാളത്തിലെ പ്രശസ്ത കവി, ലളിതസുന്ദര ഭാഷ. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. 1948 ജൂൺ 17 അന്തരിച്ചു. 36 വയസ്സായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചങ്ങമ്പുഴ എന്നുള്ളത് നമുക്ക് തലക്കെട്ടായി കൊടുക്കാം. ഓക്കെ, മലയാളത്തിലെ നവോത്ഥാന കവിയാണ് ചങ്ങമ്പുഴ. 48 കവിതാ ഗ്രന്ഥങ്ങളും 13 ഗദ്യകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലളിതസുന്ദരമായ ഭാഷയിൽ കവിത രചിക്കാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞിരുന്നു. 1911 ഒക്ടോബർ 10 ഇടപ്പള്ളിയിൽ ജനിച്ചു. പ്രിയ സുഹൃത്തായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം കവിയെ ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെയാണ് രമണൻ എന്ന വിലാപകാവ്യം എഴുതിയത്. നാട്ടിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം നേടി. കുറച്ചുകാലം യുദ്ധസേവനത്തിന് പോയി. പിന്നെ മംഗളോദയം മാസികയുടെ പത്രാധിപരായി. ദേവഗീത, മനസ്വിനി, വാഴക്കുല, കാവ്യ നർത്തകി അടക്കം പ്രശസ്ത കൃതികൾ. ചങ്ങമ്പുഴ ശ്രീദേവി അമ്മയെ വിവാഹം കഴിച്ചു. 1948 ജൂൺ 17 അന്തരിച്ചു. മരിക്കുമ്പോൾ 36 വയസ്സായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. അതിനൊരു പാരഗ്രാഫാക്കി എഴുതുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ജീവചരിത്ര കുറിപ്പ് കൂട്ടുകാർ ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടാതെ നന്നായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.